ഹായ് പ്രിയപ്പെട്ടവരെ, ഇസ്മായിലാണ് ഹബാബ് ട്രാവൽസ് ചെമ്മാട് കൊണ്ടോട്ടി. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് വന്നിരിക്കുന്ന ഉംറ വിസയിൽ, ഈ വെക്കേഷനിൽ ഉംറ വിസയിൽ സൗദിയിലേക്ക് യാത്ര ചെയ്യാനിരിക്കുന്ന ഫാമിലി, അതേപോലെ തന്നെ മറ്റു ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അങ്ങനത്തെ ആഗ്രഹമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നിൽക്കുന്ന ആളുകളിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ഉപകാരമാവുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വർഷം മാർച്ചിൽ അഥവാ 2024 മാർച്ച് ഏപ്രിൽ സമയത്ത് അഥവാ വെക്കേഷൻ സമയത്ത് ഉംറക്ക് പോയ ആളുകൾക്ക് അറിയാം, ജൂൺ 6-ാം തീയതി ഒക്കെ ആയിരുന്നു നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത്. അഥവാ സൗദിയിൽ നിന്ന് എക്സിറ്റ് ആവാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 6-ാം തീയതി ഒക്കെ ആയിരുന്നു 2024 ഉണ്ടായിരുന്നത്. അഥവാ ഇനി 2025 മാർച്ചിന് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. എന്നോട് എന്റെ ഉംറ വിസ വീഡിയോസിൽ കമന്റ് ആയിട്ട് ഒരുപാട് ആളുകൾ പല തരത്തിലുള്ള കമന്റ്സ് ചോദിച്ചിട്ടുണ്ട്. അതിലൊരു കമന്റ് ആണ്, കഴിഞ്ഞ വെക്കേഷൻ ഏപ്രിൽ മെയ് ഞാനും മോളും ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോയിരുന്നു, ഈ വർഷവും പോകാൻ പറ്റുമോ, വർഷം തോറും ഉംറ വിസ അനുവദിക്കുമോ? ഇതിനുള്ള മറുപടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉംറ വിസ ഇപ്പൊ എല്ലാ മാസത്തിലും നമുക്ക് ഈ മാസം പോയി അടുത്ത മാസം പോകണം, അതിന്റെ അടുത്ത മാസം പോകണം, ഉംറ വിസ കിട്ടും. ഒരു മാസത്തിൽ തന്നെ 2 പ്രാവശ്യം ഉംറ വിസ അനുവദിക്കുന്നതിനൊന്നും നിലവിലെ സാഹചര്യത്തിൽ പ്രോബ്ലം ഇല്ല. അപ്പൊ ഉംറ വിസൻ്റെതല്ല വിഷയം. ഉംറ വിസ ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു നിയമം വെച്ചിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉംറ വിസയിലുള്ള ഡേറ്റ് അഥവാ നമുക്ക് ഇപ്പൊ പുതിയതായിട്ട് ഉംറ വിസ ഇറങ്ങിയ ആളുകൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉംറ വിസ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഉംറ വിസയിലെ ഡേറ്റ് ഏകദേശം ഏപ്രിൽ 29-ാം തീയതിക്ക് മുന്നേ ആയിട്ട് സൗദിയിൽ നിന്ന് എക്സിറ്റ് ആവണം എന്നുള്ള ഡേറ്റ് ആണ് കാണുക. നിങ്ങൾ അതാണ് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 13-ാം തീയതി എന്ന് പറയുന്നത് ഉംറ വിസ എടുത്ത ഒരാൾ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ സൗദിക്ക് പുറത്തു നിന്ന് സൗദിയിലേക്ക് പ്രവേശിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് 13-ാം തീയതി. എന്നാൽ 29-ാം തീയതി എന്ന് കാണിക്കുന്ന താഴത്തെ ഡേറ്റ് കാണിക്കുന്നത് സൗദിയിൽ നിന്ന് എക്സിറ്റ് ആവേണ്ട ഡേറ്റ് ആണ്. അഥവാ വെക്കേഷൻ സമയത്ത് സൗദിയിലേക്ക് യാത്ര ഉദ്ദേശിക്കുന്ന, ഫാമിലി ആയിട്ട് യാത്ര ഉദ്ദേശിക്കുന്ന, ഉംറ വിസയിൽ പോകാം എന്ന് തീരുമാനിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് സൗദിയിൽ ഒരു മാസം പോലും കിട്ടാത്തൊരു സാഹചര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ ഉംറ വിസയിൽ ഉള്ളത്. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് അറിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അപ്ഡേഷൻ ആയിട്ട് അറിയിക്കും. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഉംറ വിസയിൽ ഫാമിലിയോടൊപ്പം വെക്കേഷൻ സമയത്ത് നിൽക്കാം എന്ന് തീരുമാനിച്ചു വെച്ചിട്ടുള്ള ആളുകൾ വിസിറ്റിംഗ് വിസയിലോ മറ്റോ യാത്ര ചെയ്യാൻ സാഹചര്യങ്ങളിലേക്ക് മാറുകയാണ് നല്ലത് എന്നുള്ളതാണ് അറിയിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. ഉംറ വിസ, ട്രാവൽ സംബന്ധമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അഹ്ബാബ് ട്രാവൽസുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറുമായിട്ടോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അഹ്ബാബ് ട്രാവൽസിന്റെ ഈ വർഷത്തെ ഹജ്ജ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജാഫർ തുറാബ് തങ്ങൾ തന്നെയാണ് നമ്മൾ അമീറായിട്ട് ഈ വർഷവും നമ്മളോട് കൂടെ യാത്ര ചെയ്യുന്നത്. ആർക്കെങ്കിലും ഈ വർഷത്തെ ഹജ്ജ് അഹ്ബാബ് ട്രാവൽസിനോടൊപ്പം യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ എല്ലാ മാസവും 2 ഉംറ ഗ്രൂപ്പ് നമ്മൾ പുറപ്പെടുന്നത്, അതിൽ ബുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കും ബന്ധപ്പെടാം. ഉംറ വിസ, മറ്റ് വിസിറ്റിംഗ് വിസാസ്, ട്രാവൽ സർവീസുകൾ, ടിക്കറ്റ് തുടങ്ങിയ എല്ലാ സർവീസുകൾക്കും നിങ്ങൾ അഹ്ബാബ് ട്രാവൽസിനെ ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു. അഹ്ബാബ് ട്രാവൽസിൻ്റെ 2024 പുറപ്പെട്ട ഹജ്ജ് യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജാഫർ തുറാബ് തങ്ങൾ പാണക്കാട്, സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ തലപ്പാറ, അതേപോലെ തന്നെ പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉള്ള ഒരു ഗ്രൂപ്പായിരുന്നു 2024 അഹ്ബാബ് ഹജ്ജ് ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഏറ്റവും ആദ്യം പുറപ്പെട്ട ഗ്രൂപ്പുകളിൽ ഒന്നു തന്നെയായിരുന്നു അഹ്ബാബ് ഹജ്ജ് ഗ്രൂപ്പ്. കാരണം ഈ 2024 ഹജ്ജ് വിസ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചൊരു സമയം എടുത്തിരുന്നു. ആ ഓപ്പണായ സമയത്തിൽ അൽഹംദുലില്ലാ ഏറ്റവും ആദ്യം അഹ്ബാബിൻ്റെ ഹജ്ജ് വിസകൾ ഇറങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ച ടിക്കറ്റിൻ്റെ പ്രകാരം തന്നെയാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. ഫസ്റ്റ് അൽഹിന്ദായിരുന്നു പുറപ്പെട്ടത്. അതിന് പിന്നാലെ 2ാമത്തെ ദിവസമാണ് അഹ്ബാബിൻ്റെ ഗ്രൂപ്പ് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്നത്. എന്തുകൊണ്ടും ഈ കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് യാത്ര ചെയ്ത പ്രൈവറ്റ് ഹജ്ജ്, ഗവൺമെൻറ് ഹജ്ജ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച കഥകൾ നമ്മൾ കേട്ടു മീഡിയകളിലൂടെ. എന്നിരുന്നാലും അഹ്ബാബിൻ്റെ ഉംറ ഗ്രൂപ്പ് അള്ളാഹുവിൻ്റെ അതിയായ അനുഗ്രഹം കൊണ്ട് വളരെ റാഹത്തും സന്തോഷത്തിലുമാണ് പോയി തിരിച്ചെത്തിയത്. അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ഈ
ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. കോഴിക്കോട് എയർപോർട്ടിൽ തിരിച്ചെത്തിയ ഹാജിമാരെ അഹ്ബാബിൻ്റെ പ്രതിനിധികൾ സ്വീകരിച്ചത് വലിയ വൈറലായിട്ടുള്ള വീഡിയോ. ഈ വർഷത്തെ ഹജ്ജിന് ശേഷം അഹ്ബാബ് ട്രാവൽസിൻ്റെ അമീറന്മാരെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ മുഹറത്തിൽ അഹ്ബാബ് ട്രാവൽസിൻ്റെ ഒരു ഗംഭീര അമീറന്മാരുടെ മീറ്റപ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ മലപ്പുറം ജില്ലയിൽ തന്നെ കോഴിക്കോടും പാലക്കാടൊക്കെ ഉള്ള ഒരുപാട് പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള അമീറന്മാരൊക്കെ സംഘടിപ്പിച്ച അഹ്ബാബ് ട്രാവൽസിൻ്റെ വരും കാലങ്ങളിലെ ഹജ്ജ് ഉംറയുമായി ബന്ധപ്പെട്ട എങ്ങനെയൊക്കെ ആളുകൾക്ക് നല്ല രീതിയിലുള്ള സർവീസുകൾ കൊടുക്കാൻ പറ്റും എന്നുള്ള ചർച്ചകൾ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ തന്നെ അഹ്ബാബ് ട്രാവൽസിൻ്റെ കാർമ്മികത്വത്തിൽ ഈ കഴിഞ്ഞ മുഹറത്തിൽ അഹ്ബാബ് ട്രാവൽസിൻ്റെ പരിസര പ്രദേശത്ത് വെച്ചിട്ട് വളരെ വിപുലമായി സംഘടിപ്പിക്കാൻ പറ്റി എന്നുള്ളതും അഹ്ബാബ് ട്രാവൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടു കൂടി ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്രാവശ്യത്തെ ഹജ്ജ് ഇവരിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട ഒരുപാട് അറിവുകളുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ആർക്കെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ